സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു ബ്രാൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കലവറ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഭവം ഇന്നത്തെ കലവറയിലില്ല. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തേങ്ങാപ്പാൽ കാണുന്നുണ്ട്, പിന്നെ കാണുന്ന തക്കാളി, അങ്ങനെ ചെറിയുള്ളി, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുഡ് എന്താണെന്നുള്ളത് എനിക്കൊരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, വെജിറ്റേറിയൻ ആയിട്ടുള്ള എന്തോ ഒരു മേ ബി സാമ്പാറാണോ ഇനി വേറെ എന്താണെന്നുള്ളത് നമുക്കൊരു പിടി കിട്ടുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ഷെഫിനെ വിളിക്കണം. സോ ലെറ്റ്സ് ഇൻവൈറ്റ് നമ്മുടെ ഷോയിൻ്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ എവർഗ്രീൻ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്താലോ. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നാളെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ വേറെ എന്തൊക്കെയാണ്? അല്ല, ഇപ്പൊ റീസെന്റ് എന്നെ പറ്റി പറഞ്ഞാൽ തേങ്ങാപ്പാല്, വെളിച്ചെണ്ണ, കാന്താരി മുളക്, അപ്പൊ അത് വിട്ടിട്ടൊരു ലൈനില്ല. വേണ്ടവൻ കാണാൻ, വേണ്ടാത്തവൻ എഴിച്ചു പോവാ. അതാണ് എഴിച്ചു പോലെ മനസ്സിലായില്ലേ? നമ്മളെ പറഞ്ഞതാ. അപ്പൊ നമ്മൾ ഇന്നും തേങ്ങാപ്പാലാണ്. ഇന്നും തേങ്ങാപ്പാൽ ഞാൻ കണ്ടു, ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ വന്നപ്പോ അങ്ങോട്ട് തേങ്ങാപ്പാലിന്റെ ഒരു ഉത്സവമാണ്, നമ്മളെ ഭാഷയാണ്. തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒരു കാര്യമാണ്. കേരളത്തിന്റെ സ്വന്തം പുത്രൻ എന്ന രീതിയിൽ അല്ലെ, കേരം റിലേറ്റ് ചെയ്തിട്ട് ഒരു ഷോ തന്നെ നടത്തിക്കണം. നമുക്കിനി നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാം. ഗസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ 2016 കമ്മട്ടിപ്പാടം എന്ന സിനിമയിലൂടെ നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്ന് പിന്നെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ലൈക്ക് ഹി കെയിം ടു സ്റ്റേ എന്ന് നമ്മൾ പറയത്തില്ലേ, വന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം രജനീകാന്ത് സാറിന്റെ കൂടെ അഭിനയിച്ചു. അങ്ങനെ ഒത്തിരി അധികം സിനിമകളിൽ സജീവമായി. അതിനെക്കാട്ടി വലിയൊരു കാര്യം എന്താ പറയുക, എന്നെ റിലേറ്റ് ചെയ്തിടത്തോളം ഞാനൊരു ക്രോണിക് മൂവി വാച്ചറാണ്. മിക്ക സിനിമകളും കാണുന്ന ഒരാളാണ്. അപ്പം നമ്മളുടെ ഇടയിൽ ഒരു ക്യാരക്ടർ രജിസ്റ്റർ ആവുക. നമ്മളുടെ ഇടയിൽ നമുക്ക് ആ സിനിമ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റണം, കുറച്ച് ഇമോഷൻസ് ആയാലും. അങ്ങനെയുള്ള ഒരു നടികർ തിലകമാണ് ആക്ച്വലി പറഞ്ഞാൽ, അല്ലേ? വൺ ആൻഡ് ഓൺലി. വിളിക്കട്ടെ. സോ വി ആർ വെൽക്കമിംഗ് ദ വൺ ആൻഡ് ഓൺലി മണികണ്ഠൻ ചേട്ടനെയാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ഹിം. വെൽക്കം ടു അവർ ഷോ. ഫുൾ പവർ, ആക്ഷൻ പറഞ്ഞ്, അതെ, ആക്ഷൻ പറഞ്ഞാൽ മാത്രമേ വരുത്തുള്ളൂ പുറത്തോട്ട്. വരണം മിസ്റ്റർ മണികണ്ഠൻ, അഭിനയ ചക്രവർത്തി എന്നറിയപ്പെടുന്ന താങ്കൾ, എന്റെ തട്ടകത്തിലേക്ക് സ്വാഗതം. തുടങ്ങിയാലോ? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇതിന്റെ 1-2 എപ്പിസോഡ് എടുത്ത് ഇങ്ങനെ കണ്ടു. വന്നതിന് മുമ്പൊന്ന് എങ്ങോടാ വന്നതെന്നൊന്നും അറിയണല്ലോ. എന്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്? ഭയങ്കര എന്താ പറയാ, തമാശയായിട്ട് ചിരിച്ച് കളിച്ചൊക്കെ രസം ഫുഡ് കഴിക്കുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫുഡ് എൻ്റെ ഓർമ്മകൾ, അല്ലെങ്കിൽ ഒരു ഡിഷ് കാണിച്ചാൽ ഇതിൻ്റെ ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമൊന്നുമില്ല. എല്ലാ ഫുഡിൻ്റെയും ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ, എൻ്റെ ചെറുപ്പകാലത്ത് ഈ ഫുഡിനോട് ഭയങ്കര ആർത്തിയുള്ള ഒരാളാണ്. എനിക്കൊരു 2-3 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചിട്ട് സ്വന്തക്കാരുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ആരും നമ്മളെ ദ്രോഹിച്ചതല്ല, അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ. അപ്പോൾ നമുക്ക് ഒരു പങ്കുണ്ടല്ലോ, ആ പങ്ക് കഴിഞ്ഞിട്ടും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞണ്ട് കാണുമ്പോൾ എനിക്കത് ഓർമ്മയാണ്. ഞണ്ട് ചൂടോടെ എടുത്ത് ചോറിൽ പൂത്തി വയ്ക്കും, എന്നിട്ട് ഇവർ പോകുമ്പോൾ എടുത്ത് കഴിക്കും. അപ്പോൾ പൊള്ളും അതിൻ്റെ അകത്തുള്ള ഇത്. അപ്പം അങ്ങനെ ഓരോ ഭക്ഷണത്തിനോടും എനിക്ക് സെൻറ്റിമെൻ്റാണ്. പിന്നെ എനിക്കൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്, അല്ലെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്ന, ഞാൻ വെല്ലിച്ചൻ്റെ വീട്ടിലാണ് വെച്ചത്. അവിടെ നിന്ന് മതിൽ ചാടി അപ്പുറത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ എനിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഫുഡ് എടുത്ത് കഴിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ളത്. അതിലൊരാളെ ഇവിടെ കണ്ടുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മയാണ് അമ്മിണി ചേച്ചിയുടെ ഇഡ്ഡലിയും വെള്ളച്ചമ്മന്തിയും. അതൊരിക്കലും മറക്കില്ല. അപ്പോൾ ആ വീടിനും അച്ഛനും അമ്മയ്ക്കും ഗിരിച്ചേട്ടനും ഗോപൻ ചേട്ടനും നന്ദി പറയുന്നു. ആ ഇഡ്ഡലിയൊക്കെയാണ് ഇന്ന് ഇവിടെ നിന്ന് ഈ വർത്തമാനം പറയുന്നത്. ഒരു മഹാനടന്റെ വായിൽ നിന്ന് വരികയാണ് ഇഡലിയും ചമ്മന്തിയും. അവിടെയും നമ്മളെ സ്വന്തം ചമ്മന്തി വന്നിട്ടുണ്ട്. കാരണം എന്നെ ഇവിടം വരെ എത്തിച്ചത് ബേസിക്കലി ഞങ്ങളുടെ കഞ്ഞിയും ചമ്മന്തിയൊക്കെ. അത് ഇഡ്ഡലി വെളുത്താണല്ലോ. വെളുപ്പെന്ന് പറഞ്ഞാൽ വേറെ അന്ന് ആ വിശപ്പോടെ കാണുമ്പോൾ ഒരു ഒന്നൊന്നര വെളുപ്പ്. അമ്മണി ചേച്ചിക്കും ഇഡ്ഡലിക്കും ഒരേ ആ സ്നേഹം എന്താ പറയാ. ഞങ്ങളുടെ സൂര്യ കോമഡിയിൽ ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ളൊരു എപ്പിസോഡ്. ഞാനത് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ഫുഡൊക്കെ കണ്ടായിരുന്നു കാര്യം. ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കരച്ചിലെന്ന് പറയുന്നത് സന്തോഷത്തിന്റെ എക്സ്ട്രീമിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? പൊതുവെ എനിക്കൊരു ചീത്തപ്പേരുണ്ട്. ഞാൻ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും പിന്നത് കരിവേപ്പിലയും പിന്നത് കാന്താരി മുളക്. ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയും, ഷെഫ് കാന്താരി മുളകുമായിട്ടാണോ പോകുന്നത്?
അങ്ങനെയുള്ള എല്ലാ കമന്റ് സുഹൃത്തുക്കൾക്കും വേണ്ടി വീണ്ടും നമ്മള് തേങ്ങാപ്പാലുമായിട്ട് സാധനമായിട്ട് വന്നിരിക്കുക. കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്താണെന്ന് തോന്നുന്നു. ചിക്കൻ കറിയുടെ ഒരു പക്ഷെ ചിക്കൻ ഇല്ലല്ലോ. ചിക്കൻ ഇല്ല, അപ്പോ തേങ്ങാപ്പാൽ കൊണ്ട് ചിക്കൻ ഇല്ലാതെ ശരിയാ. തേങ്ങാപ്പാല് നമ്മൾ ആലോചിക്കുമ്പോൾ ചിക്കൻ കറി എന്നാണ് ആലോചിക്കുക. അതെ, കിട്ടണല്ലോ, കിട്ടുന്നില്ല. എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഒരു ക്ലൂ തരാം. ഞാനില്ല, എനിക്കും അറിയില്ല. എന്താണ് ഷെഫ് പറയണം? രസം. രസമാണ്, തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള രസം. അതൊരു ഒന്നൊന്നര രസമാണ് അല്ലേ? പൊളേ. പൊതുവെ ചീത്തപ്പേര് വഴക്കൂമ്പനായിരുന്നു, ഇപ്പൊ തേങ്ങാപ്പാലായി. കുഴപ്പമില്ല. കേരം, നമ്മുടെ കേരളത്തിന്റെ വേണ്ടിയിട്ടുള്ള ചീത്തപ്പേര് കേട്ടാ എന്ത് പ്രശ്നമല്ലേ? കേരളത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അതെ, നമ്മളിന്ന് അങ്ങനെ കഴിക്കുന്നത്. ഈ സാധനം കൊറേ കാലമായിട്ട് ഇത് ഉണ്ടായിരുന്നില്ല, അപ്പൊ എന്റെ സമാധാനത്തിലായിരുന്നു. ഇത് പിന്നെ വന്നല്ലോ. ഞാനിപ്പോ ഒന്ന് ഇടിച്ച് കാണിക്കാം, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇതിലേക്ക് നമ്മള് കുരുമുളക് എടുക്കുകയാണ്. കുരുമുളക് ഇട്ടു, ശ്രദ്ധിക്കുക. കുരുമുളക് നമുക്കിപ്പോൾ എരി വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. നമ്മളതിലേക്ക് വെളുത്തുള്ളി ഇട്ടു, ശ്രദ്ധിക്കുക. ചെറിയ ഉള്ളി ഇട്ടു, ശ്രദ്ധിച്ചോണം. ഇത് ഒരു പ്രാവശ്യം കാണിച്ചു തരും നമ്മൾ. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞത് കുരുമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളി ഇട്ടു, പിന്നെ മല്ലിയില ഇട്ടു. പക്ഷെ പച്ചമുളക് ചെറിയ കൈ നമുക്ക് കിട്ടില്ലല്ലോ. അതെ, ആ സൈഡ് നോക്കിക്കോണേ. നമ്മൾ ചതയ്ക്കാൻ പോവാണ്. ഓക്കെ, റെഡി. അങ്ങനെ എടുക്കുക, ചതയ്ക്കുക. നമ്മൾ കുരുമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ മല്ലിയില, കുറച്ച് ചെറിയ മുളകും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ആണ് നമ്മൾ. സിമ്പിൾ പരിപാടിയാണ്. മിക്സിയിൽ വേണമെങ്കിൽ അരയ്ക്കാം, പക്ഷെ ചതയ്ക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് കാന്താരി. നമ്മൾ ഒരു നുള്ള് ജീരകം കൂടി ഇടുന്നു. ഒരു നുള്ള് ജീരകം. സിമ്പിൾ പണിയാണ്. ഇതെല്ലാം കൂടെ നമ്മൾ ചതച്ചു. വേണ്ട, പിടിച്ചോ, ട്രോഫി ഇരിക്കട്ടെ. നമ്മൾ ഇനി എന്ത് ചെയ്യണം? അപ്പൊ എന്തൊക്കെയായിരുന്നു? ആദ്യം കുറച്ച് കുരുമുളക്, കുറച്ചുകൂടെ കുരുമുളക് ഇട്ടായിരുന്നു. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഓക്കെ, ഓർത്തെടുക്കട്ടെ, മറ്റേ എക്സാമിനേഷന് വേണ്ടി പോലെ. കുറച്ച് ചെറിയുള്ളി, കുറച്ച് മല്ലിയില. അത് ചേട്ടാ അത് പാടിച്ചിട്ടേ വിടുള്ളൂ. കാന്താരി മുളക് കുറച്ച്. മലരാതെ പാതി മലർ പോലെ വളരും വിഴിവണ്ണമേ வந்து விழிந்தும் விழியாத காலை பொழுதாக விளைந்த கலை வண்ணமே நதியில் விளையாடி கொடியில் தலை சீகி മുല്ലപ്പൂം പല്ലിലോ മുക്കോറ്റി കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ. ഇത് മതിയാവോ? ആവോ, ഞാൻ തന്നെ തീരുമാനിക്കണമല്ലേ. ഞാൻ മയങ്ങി ഏനറിയില്ല. ധാരാളം അല്ല, ഇത് ധാരാളം. 2 തക്കാളി എടുത്തിട്ട് നന്നായിട്ട്, ഷെഫിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞെവിടുക നന്നായിട്ട്. എന്നിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത്. ഇതിന് മറ്റേ ഡയലോഗ് പറയേണ്ടി വരും. ദേവന്നെ ഇടിയും കൊണ്ട് ചമ്പുനാറികള്. ആരാണ്ട കരാട്ടക്കാരൻ? കരാട്ട കോപ്പ്. നിനക്ക് ഇടിക്കണ ഇടിച്ച് പൊളിക്കണ. എന്തോ ഇട്ടു, മല്ലിയില ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് അതെല്ലാം കൂടെ. ഷെഫ് ശരിക്കും എത്ര തക്കാളി ഇട്ടു? 2 3 പ്ലീസ് പറയാന്നേ. ഞാൻ 2 തക്കാളി ഇട്ടു. നമ്മള് 2 തക്കാളി. പക്ഷെ നമ്മുടെ എന്താ തക്കാളി കൈയല്ലല്ലോ, എന്റെ കൈ. ഉള്ളി ഒറ്റപ്പെടുത്തതിന് അവന്റെ പരിപ്പളക്കി. പക്ഷെ എനിക്ക് മനസ്സിലായി എന്താ പറയാ ചേട്ടാ, നമ്മള് പുളിവെള്ളം കൂടെ ഒഴിക്കാനുണ്ട്. കുറച്ച് പുളിവെള്ളം ഒഴിച്ചു, അതാണ് ഇത്ര ക്വാണ്ടിറ്റി തോന്നുന്നത്. ഇതാ അവിടെ പുളിവെള്ളം ഒഴിച്ചു. അപ്പം ഷെഫ് ഓൾറെഡി ആ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം തീർന്നതിന് ശേഷം എന്റെ പൊന്നെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അത് ചെയ്യും ഷെഫ്. കടുകല്ലത് അല്ല, കടുകില്ല ചേട്ടാ. അപ്പൊ ഈ നെഗറ്റീവ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഭയങ്കര ഇങ്ങനെ ലൗഡായിട്ടുള്ള എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കര ഇങ്ങനെ അത്രയും ഫോഴ്സും എനർജിയും ദേഷ്യപ്പെടുന്നൊക്കെ അത്ര ഇതിലായിട്ടാണല്ലോ. അപ്പം ശരിക്കും റിയൽ ലൈഫിൽ ചേട്ടൻ എങ്ങനെയാണ് ദേഷ്യപ്പെടുന്ന സമയത്ത്? അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും എല്ലാം വരില്ലേ? അത് ശരിയാ.
പക്ഷെ ആ ഒരു അളവുണ്ടാവും, ഒരു അളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ. പുള്ളി സ്കെയില് കൊണ്ടല്ലേ നടക്കുന്നത്. ഞാനൊന്ന് 8 ഇഞ്ച് നീളത്തിലായിരിക്കും ദേഷ്യപ്പെടുന്നത്. ആണോ ഞാൻ ഉദ്ദേശിച്ചത്? ഷെഫ് അത് ചെയ്യേ, ഷെഫ് അതിന്റെ ഇടയ്ക്ക് ഇത് കാണാണ്ട് ചെയ്യുകയും ചെയ്യും, ഇവിടെ കമന്റ് അടിച്ചിട്ട് ദേഷ്യമൊക്കെ വരാറുണ്ട്. പക്ഷെ സിനിമയിൽ നടക്കുന്ന പോലെ പാട ഇടിക്കറ പൊളിക്കറ അതൊന്നും നടക്കില്ലല്ലോ. നല്ല ഇടി നമുക്ക് ഇങ്ങോട്ട് എന്റെ കത്തി പരമ്പര ദൈവങ്ങൾ. ചേട്ടന് പണ്ടിങ്ങനെ ഇടി അങ്ങനത്തെ ഇടിക്കഥകൾ എന്തെങ്കിലും ഉണ്ടോ ശരിക്കത്തെ ജീവിതത്തിൽ നടന്ന? ഇനി ഡയലോഗില്ല കേട്ടോ, കുറച്ച് നേരത്തേക്ക് വെറുതെ വിടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് നേരത്തേക്ക് കുക്കിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിനി ഗ്യാസ് സ്റ്റവ് ഓപ്പൺ ചെയ്ത് കുറച്ച് വെളുത്തുള്ളി കൂടെ വേണം, കുറച്ച് വെളുത്തുള്ളി കൂടെ അരിയണം. സഹായിക്കാൻ നിൽക്കുന്നതാണോ? ഞാനിങ്ങനെ എന്താ പറയാ ഇങ്ങനെ പറഞ്ഞു തരാം. അതെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് വിവാദമായ വെളിച്ചെണ്ണ, വിവാദമായ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് ഷെഫ് കുറച്ച് വിവാദങ്ങളുടെ ഇടയിലാണ് ഇപ്പൊ കുറച്ചധികം അല്ലേ? പക്ഷെ അത് ഞാനിങ്ങനെ ആലോചിക്കുക, ഒരു വിവാദമൊക്കെ ഉണ്ടാക്കിട്ട് ഇന്നിപ്പോ മിനിമം പിടിച്ചേക്കണമെങ്കിൽ ഒരു വിവാദം. നമുക്ക് എണ്ണ ഇട്ടാലോ? ഇത് കത്തിച്ചല്ലോ അല്ലേ? ഇതിൽ വെള്ളമുണ്ട്. വെള്ളമുണ്ട്, കുഴപ്പമുണ്ട്. ഇന്നൊരിടത്തിലെ വെള്ളവും അയ്യോ ഒന്നുമില്ലേ, എണ്ണയും കൂടെ ചേർന്നാൽ തീ വരും. എന്നാണ് വെള്ളം ഒന്ന് പറ്റട്ടെ. കുഴപ്പമുണ്ട്, കണ്ടാ അത്യാവശ്യം എനിക്ക് അറിയാമെന്ന് മനസ്സിലായില്ല. അതെ, അടുക്കള കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നത് ഷെഫ്ലയുടെ കുക്ക് വെയറിലാണ്. ഒരു ട്രൈപ്ലൈ കുക്ക് വെയർ എടുത്ത് ബേസിക്കലി 3 കോട്ടിംഗ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അലൂമിനിയം കോട്ടിംഗ് ഇതിൻ്റെ മിഡിൽ പാർട്ടിൽ വരുന്നത് കൊണ്ട് അതിൻ്റെ കെമിക്കൽസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ആൻഡ് അതുപോലെ തന്നെ ഈവൺ ആയിട്ടാണ് ഹീറ്റ് സ്പ്രെഡ് ആവുക. സോ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ്, അവൻ അതുപോലെ തന്നെ ഇൻഡക്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം യൂസ് ചെയ്യാൻ പറ്റും, കുക്ക് വെയർ യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ കേര ഡിലൈറ്റിന്റെ കോക്കനട്ട് ഓയിലാണ്. ഓൾറെഡി പൊട്ടുന്നുണ്ടല്ലോ. കടുക് വേണം, പൊട്ടുന്ന കാര്യം പറഞ്ഞപ്പോ ഇവിടെ കടുകില്ല. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫ് നോക്ക്, നമുക്കിത് ട്രാൻസ്പെറന്റ് കവർ ആയിട്ട് നോക്കുമ്പോൾ ഇത് ട്രാൻസ്പെറന്റ് കവർ ആയിട്ട് നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് എണ്ണ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഒട്ടും എന്താ പറയുക കെമിക്കൽസോ അങ്ങനത്തെ രീതിയിലുള്ള ടോക്സിക് ക്വാളിറ്റി അറിയാൻ പറ്റും. കാരണം കവറും ട്രാൻസ്പെറന്റ് ആണ്, നമുക്ക് എണ്ണ നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ എണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേര ഡിലൈറ്റിന്റെ കോക്കനട്ട് ഓയിൽ. ഓക്കെ, നമുക്കിനി ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം നേരത്തെ ചതച്ച് വെച്ച ഇത് നമുക്ക് ആഡ് ചെയ്യാം ചേട്ടാ. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ലേ? നമ്മൾ ഫസ്റ്റ് റിവൈൻഡ് അടിച്ചിട്ട് നേരെ ഫസ്റ്റിലേക്ക് പോയി നോക്കാം. ഓക്കെ, കുരുമുളകും കുറേ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ചതച്ചായിരുന്നു അത്. ഓക്കെ, ഷെഫ് ഒന്ന് പതുക്കെ പോവാം. എന്തൊരു ക്രൂരനാണെന്ന് നോക്ക്. അത് കൊള്ളാം. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് ചേട്ടാ എന്തൊക്കെ ഇട്ടു. ഇനി ഇതിടാം. ഇനി നമ്മൾ ആദ്യം ചതച്ച് വെച്ച നമ്മുടെ ഈ ഒരു മിക്സർ നമ്മൾ ആഡ് ചെയ്യാണ്. അതിൻ്റെ കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ നമുക്ക് തന്നായിരുന്നു. ഷെഫിൻ്റെ എടുക്കണം, നമുക്ക് നമ്മുടെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടില്ല, നമ്മളിവിടെ പണിയിലാണ്. ഷെഫ് ഉണ്ടല്ലോ, എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണ്ടി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ കാര്യങ്ങൾ കുത്തിച്ചോറ് ഉണ്ടാക്കി നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അതെ, ചോറും കുട്ടിച്ചോറ് എന്ന് പറയുന്നത് എന്താ സംഭവം? വെള്ളം ഒഴിച്ചോ? അത് വെള്ളമല്ല, നമുക്ക് ഇതാണ് ഇനി ഒഴിക്കാൻ. ഞാൻ എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, പുറത്ത് മാത്രമല്ല തലയ്ക്ക് അകത്തും മസാലയാ. അപ്പൊ ഈ ഒരു സിമ്പിൾ ഡിഷ് നമ്മൾ പറഞ്ഞു തരാൻ പോവാണ്. പ്രേക്ഷകർക്ക് ഉച്ചയ്ക്ക് ഇങ്ങനെ ലഞ്ചിന് മുമ്പ് ഇങ്ങനെ വിശന്നിരിക്കുകയായിരിക്കും, നമുക്ക് വേഗം സിമ്പിളാണ്. തേങ്ങാപ്പാൽ രസമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പൊ തിളച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നല്ല അടിപൊളി പാട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ പാടുന്നതായിരിക്കും. ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീ അരിയും കുരലും ചങ്കും എല്ലാവരുടെയും പൊന്മകനെ,
ഞാനേന്തിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ച, നീ മോന്തിയ മധു നിൻ ചോര ചുടുചോര പൊന്മകനേ. നാം പൊത്തിയ പൊക്കാളിക്കര, നാം പൊത്തിയ പൊക്കാളിക്കര എങ്ങേ പോയി നിന്നച്ച, നീ വാരിയ ചുടുചോറൊപ്പം വെന്തേ പോയി നന്മകനേ. അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലൻ മകനേ. ഇതിന് മണം കയറിയിട്ടേ അടച്ചു വെക്കട്ടെ. അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലൻ മകനേ, ഇക്കായൽ കരയും കഴവും ആരുടേതുമല്ലൻ മകനേ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ, പുലുപുഴികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ, പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം കലഹിച്ചു പൊറുക്കും നിവിടം ഭൂലോകം തിരുമകനേ. നരകിച്ചു മരിക്കും നിവിടം ഇഹലോകം എൻ തിരുമകനേ. ദാനന്ദത്തന്താനേ തന്താനേ തന്താനേ, ദാനന്ദത്തന്താനേ തന്താനേ തന്താനേ. അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പറാണ്. ഞാൻ വേറെ കാര്യം പറയാം. മനോഹരമായി പാട്ടിന്റെ ഒരു സയൻസ് എന്ന് പറയുന്നത് നമ്മൾ പാചകം ചെയ്യുന്ന ആഹാരത്തിലും അത് കണക്റ്റ് ആകുമെന്നാണ് പറയുന്നത്. പരിചയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിവുണ്ടെങ്കിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മ്യൂസിക്കിന്റെ കൂടെ കുക്ക് ചെയ്ത് നോക്കണം. ഇന്ന് ഈ കഴിക്കുമ്പോൾ അത് മനസ്സിലാവും. പോയല്ലേ? ഏതാണ്ട് ഒരേപോലെയൊക്കെ ഉണ്ട്. നല്ല മണം വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. എന്താണ് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ ആഡ് ചെയ്യാണ്. ഫുൾ അങ്ങോട്ടേക്ക് തേങ്ങാപ്പാൽ രസം. ഓ നല്ല ക്രീമി ആയിട്ടുണ്ട് കാണുമ്പോൾ. അതിനിടയ്ക്ക് എന്തോ ഇട്ടു? ഇല്ല, ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ അവിടെ നോക്കി വർത്താനം പറഞ്ഞാൽ മതി. അപ്പൊ ഇട്ടു ഒന്നും ഷെഫ് ഇങ്ങനെ കളിക്കില്ലേ അവര് ചേട്ടനോർത്ത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഉള്ള കാര്യമല്ലേ? മോശമാണ്. പിരിപിരിയുന്നുണ്ടല്ലോ ഇവിടെ. ഇത് ഇവിടെ അവിടെയും പിരിപിരിയാണ്. അതങ്ങ് സെറ്റ് ആയിക്കോളും. അത് ചൂടായതുകൊണ്ട്. ഓ നല്ല ചോറും തേങ്ങാപ്പാൽ രസവും പപ്പടവും. തേങ്ങാപ്പാൽ രസം അല്ലേ? ഓക്കെ. ഈ സൗണ്ട് കേൾക്കണം. അതെന്തായാലും മനസ്സിനൊരു സംതൃപ്തി കിട്ടുള്ളൂ. എനിക്ക് വിശക്കുന്ന സൗണ്ട് കേട്ടോ, വയറൊന്നും പോകുന്നില്ലല്ലേ? ഇല്ലല്ല, ആദ്യം ചേട്ടനാണ്, നമ്മുടെ ഗസ്റ്റിനാണ് പ്രയോറിറ്റി. അല്ല ഞാന് ഷെഫ് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ള രുചിയുള്ള ആഹാരം കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാം. കുറച്ചും കൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്തതാണ് ഇതിന്റെ ഫ്ലേവർ കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യണം. ചേട്ടനാണ് ടേസ്റ്റ് മാറി. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കണം. നല്ല വീട്ടില് എത്തിയ പോലെ തോന്നുന്നു. വേറെ ഒന്നും വേണ്ടല്ലോ, ഒന്നും വേണ്ട. നല്ല ജ്യൂസി ആയിട്ടുള്ള ചോറ്, അതാണ് എനിക്ക് പറയാനുള്ളത്. മണിയേട്ടൻ ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ രസം നമ്മൾ നല്ലപോലെ കുറച്ചുകൂടെ ഇട്ടാൽ വേണ്ട. ഓക്കെ. ആഹാ, ചേട്ടൻ തന്നെ ഷെഫ് എടുക്കണം എന്നാണ് നമ്മുടെ രണ്ടുപേരുടെയും ഒരു റിക്വസ്റ്റ്. കാരണം ഷെഫ് ചെയ്യുമ്പോഴായിരിക്കും അല്ലേ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടുണ്ട്. ചോറിന്റെ കൂടെ ഇത് മാത്രം എന്റെ ഏറ്റവും ഫേവറേറ്റ് സൗണ്ടാണ്. പലർക്കും ആദ്യം പറഞ്ഞ സാധനം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ? ഒരു നമ്മൾ ഇട്ടതും പോരായിരുന്നു. അല്ല, അതിന്റെ ചോറിനിടുമ്പം ശകലം ഉപ്പും പുളിയും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇപ്പൊ അടിപൊളിയാണ്. ചേട്ടന്റെ എനിക്കാ ആ കോൺഫിഡൻസ് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല എറണാകുളത്തൊരു തട്ടുകട ഇടാം.
ഭീഷണി ആയതോടാവനെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫിറോസ്കയുടെ ചാനലിൽ പറയുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാലോ അല്ലേ? ആഹാ. ഒന്നുകൂടെ എന്താ എൻ്റെ കറിയുടെ ഒരു പിന്നെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു ഉണ്ടാക്കാൻ അല്ലേ? അല്ലേ? വളരെ എളുപ്പമായിരുന്നു. വളരെ എളുപ്പമായിരുന്നു. വീട്ടിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കണം, പെട്ടെന്ന് ചോറ് മാത്രമാണ്, ഒരു കറി വേണം തോന്നുവാണെങ്കിൽ അപ്പം അങ്ങോട്ട് ഉണ്ടാക്കി. അത്യാവശ്യം ആരോഗ്യ സമ്പന്നമായ ചെറിയ ഉള്ളിയുണ്ട് അല്ലേ? കാന്താരി മുളകുണ്ട്, കുട്ടികൾക്കും ഇഷ്ടം. കരിവേപ്പിലുണ്ട്, എരിവിന്റെ വലിയ കുത്തലുമില്ല. അതെ. മാത്രം ഇതങ്ങോട്ട് ചോറിലോട്ട് ഒഴിക്കുമ്പോൾ വായി കൂടെ അല്ലേ നമുക്കൊരു ഫീൽ കിട്ടും. ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് യെസ്. അപ്പം നമ്മുടെ ഇന്നത്തെ സിമ്പിൾ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള നമ്മുടെ രസം റെഡിയായി. മൂന്നുപേരും കഴിച്ചു. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കുറച്ച് പേടിച്ചൊക്കെ വന്ന ഈ പറഞ്ഞ പോലെ എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും. താങ്കളെ കാണുന്ന എന്താ പറയാ ഒരു വില്ലത്തരമൊന്നും ആക്ച്വലി നേരിട്ട് എന്തൊരു പാവമായിട്ട് സമ്മതിച്ചില്ല. നടനാവാനൊക്കെ ഈ ഭക്ഷണമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണം. അതായത് എൻ്റെ ആ ചെറുപ്പകാലത്തെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വല്യച്ഛൻ്റെ വീടിൻ്റെ ചുറ്റും പല സമുദായത്തിൽപ്പെട്ട ആളുകൾ. ആ എല്ലാ വീട്ടിൽ നിന്നും ഞാൻ ഭക്ഷണം കഴിച്ചു. ആ എല്ലാ സ്വഭാവവും രുചിയും കൾച്ചറും. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഗിഫ്റ്റ് സെക്ഷനിലോട്ട് കടന്നാലോ? വെറുതെ വിടാൻ പറ്റില്ല. ചേട്ടൻ ഇത്രയും വന്നിട്ട് ഇത്രയും അടിപൊളിയായിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ രസമൊക്കെ ഉണ്ടാക്കിയിട്ട് വെറും കൈയോടെ വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് പാടില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് സെക്ഷനിലോട്ട് കിടക്കാം. കേരളത്തിന്റെ തനത് രുചി, മനസ്സിനെന്ന സംതൃപ്തി, നമ്മുടെ സംതൃപ്തിയുടെ പയ്യോളി മിക്സ്ചർ ആണ്. പയ്യോളി മിക്സ്ചർ കേരളത്തിലെല്ലാം ഡെലിവറി ഉണ്ട്. ഓൾ ഡെലിവറി ആണ്. കേരള നേച്ചേഴ്സ് പ്രീമിയം ബനാന ചിപ്സ് ആണ് നമ്മുടെ ബനാന ചിപ്സ്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. പെറി പെറി, സ്വീറ്റ് ഹണി, അങ്ങനെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട്. അടുത്തത് അപ്പൊ കേരളത്തിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ LGO ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. 85 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ ജോൺസന്റെ കോഫി ആൻഡ് ടീ പൗഡർ ആണ്. ചേട്ടന്റെ ഓരോ പ്രഭാതവും അടിപൊളിയായിട്ടിരിക്കും. താങ്ക് യു. ഇത്ര സാധനങ്ങളൊക്കെ തന്നു. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. തെളിഞ്ഞ കവറോടെ നിറഞ്ഞ മനസ്സോടെ നമ്മുടെ കേര ഡിലൈറ്റിന്റെ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു കോക്കനട്ട് ഓയിലൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അപ്പോൾ ആ പ്രൊഡക്റ്റ് ആണ്. യെസ്. വില കുറവിൽ കണ്ണ് വെക്കാതെ ക്വാളിറ്റിയിൽ ശ്രദ്ധ കൊടുക്കാം. അപ്പം നമ്മുടെ റിഫൈൻഡ് ഓയിൽ ചേർക്കാത്ത കോൺഫിഡൻറ്റ് കോക്കനട്ട് ഓയിലാണ്. വേറെയും കോക്കനട്ട് ഓയിൽ ഉണ്ടായിരുന്നു. അപ്പം കുക്ക് ചെയ്ത് സ്കിന്നിന് യാതൊരുവിധ ദോഷവും വരാത്ത, കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത, ഡോക്ടർമാർ തയ്യാറാക്കുന്ന നമ്മുടെ അലോറെക്സിയറിന്റെ പ്രൊഡക്ട്സ് ആണ്. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച നമ്മുടെ ഷെഫ്ലേയുടെ കുക്ക് വെയർ ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രൊഡക്റ്റും കൂടെയാണ് ഷെഫ്ലേ കുക്ക് വെയർ. അപ്പൊ പുണ്യം സ്വീറ്റ്സിന്റെ വെറൈറ്റി പീനട്ട്, അതുപോലെ തന്നെ സെസമേ, അതുപോലെ മൈസൂർ പാക്ക് മിഠായികളാണ്. ഇതിൽ ഓരോ ബൈറ്റിലും സ്നേഹത്തിന്റെ പുഞ്ചിരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് വേണ്ട, ഷെഫിനില്ല. ചേട്ടാ ഇത് കഴിച്ചിട്ട് നോക്കുക. സിനിമാക്കാർക്ക് ഊണ് കഴിഞ്ഞാൽ കപ്പലിന് മിഠായി നിർബന്ധം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അവിടെ കൊടുത്തിട്ട് എനിക്ക് തന്ന എന്റെ പുഞ്ചിരിയോട് വലിയ ബഹുമാനം കാണിച്ചില്ല. നമ്മുടെ ഗസ്റ്റിന് അല്ല, അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട്. മിക്സ്ചർ ക്യാൻഡി ഇതും കൂടെ പൊട്ടിച്ചോക്കാം. മിക്സ്ചർ മിഠായി, മിക്സ്ചർ ക്യാൻഡി, മിക്സ്ചർ മിഠായി. മിക്സ്ചർ അത് തന്നെയാണോ കഴിച്ചത്? അല്ല, അതെ 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 മിഠായി സാധനങ്ങളുണ്ട് അല്ലേ? ഓർമ്മകൾ പഴമകളൊക്കെ പുതുക്കി അല്ലേ? മിക്സ്ചർ മുട്ടയും നല്ല ടേസ്റ്റ് ഉണ്ട്, പീനട്ടും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പുണ്യം സ്വീറ്റ്സിന്റെ തന്നെ ഒരു ഗിഫ്റ്റും കൂടെയാണ്. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു ആൻഡ് നമ്മുടെ സ്വന്തം മണികണ്ഠൻ ചേട്ടൻ. അപ്പം ചാച്ചാ ബൈ.